വർക്ക് പ്രഷറാൽ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ന്യൂസ് കണ്ടിട്ടുണ്ടോ? താരം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് പണം സമ്പാദിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കമ്പനിയിൽ കോർപ്പറേറ്റ് ജോലിയിൽ കുറേ പ്രവാസികൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവര് ദൈനംദിനം അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വിഷമങ്ങൾ ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം ഓരോ വർക്ക് പ്രഷറും കൊണ്ടാണ് അവർ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നത്. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചില ആൾ പല ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നു. എൻ്റെ ചോദ്യം അതല്ല. നിങ്ങൾക്ക് ഒരു ജോലി സ്ഥലത്ത് നിങ്ങളുടെ സിറ്റുവേഷന്, നിങ്ങളെ മാനസികമായി നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യം? സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവും, നിങ്ങളെ ഫാമിലി പ്രോബ്ലം ഉണ്ടാവും, നിങ്ങൾക്ക് EMI പ്രശ്നം ഉണ്ടാവും, അങ്ങനെ പല പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, പക്ഷെ ആ ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾ ഡിപ്രഷനും മാനസികമായും എന്താ പറയുക ശാരീരികമായും നിങ്ങൾക്ക് തീരെ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ ആ ജോലി ക്വിറ്റ് ചെയ്യണം. ആ ജോലിയല്ല നമ്മുടെ ജീവിതം. ആ ജോലി ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു ജോലി ഉണ്ടാവും. പക്ഷെ ആ ജോലി മൂലം നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? നിങ്ങളൊന്ന് ചിന്തിച്ചു. ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത്, നമുക്കൊരു ജോലി ഒഴിവാക്കിക്കഴിഞ്ഞാൽ വേറൊരു ജോലി കയറാം. പക്ഷേ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു സംഭവത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. ഡിപ്രഷൻ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. മറ്റുള്ളവരടുത്ത് ഷെയർ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കാം. എനിക്ക് പറയാനുള്ള എല്ലാ പ്രവാസികളോടും, ഇനിയിപ്പോൾ നാട്ടിലുള്ള ആളായാലും ആരായാലും, ജോലി സ്ഥലത്ത് പ്രഷറുണ്ട്, വല്ലാതെ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ബോസായാലും ആരായാലും, നിങ്ങളെ മാനസികമായി നിങ്ങളെ സന്തോഷത്തിന് അതൊരു വലിയ പ്രശ്നമായി മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ജോലി അന്വേഷിക്കുക. ഇതൊന്നല്ല നമ്മളെ ജീവിത അവസാനം. ഈ ജോലി സ്ഥലമല്ല നമ്മളെ ജീവിത അവസാനം. നമ്മളെ ജോലി സ്ഥലം മാറ്റുക. നമ്മളെ അവസാനം ഇതൊന്നല്ല. നമുക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ സിറ്റുവേഷനിൽ കോപ്പപ്പ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അടുത്ത ജോബ് നോക്കാം. നമ്മുടെ മാനസിക ആരോഗ്യമാണ് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്. മുഹമ്മദ് ഫലാ.